ആദരണീയനായ നമ്മുടെ യോഗാധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന നമ്മളുടെ ജില്ലയിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളുടെ സമുന്നതരായ നേതൃത്വം, യൂത്ത് വിത്ത് മാസ്റ്റർ എന്ന ഈ പരിപാടിയെ സമുജ്വലമാക്കി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ആമുഖമായി തന്നെ ഇവിടെ നമ്മളോട് വിശദീകരിച്ചു എന്താണ് ഇത്തരമൊരു വലിയ യുവജന സംഗമത്തിൻ്റെ പശ്ചാത്തലം എന്നുള്ളത്. ചെറിയ ആഴ്ചകളുടെ ഇടവേളകൾക്കപ്പുറം നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രാഥമിക ഘട്ടമെന്നതുപോലെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ പോകുകയാണ്. സാധാരണഗതിയിൽ നമ്മളുടെ പഞ്ചായത്ത് വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നാലും ഇന്ത്യൻ പാർലമെൻറ്റിൽ തിരഞ്ഞെടുപ്പ് നടന്നാലും തെരഞ്ഞെടുപ്പ് സംബന്ധമായ രാഷ്ട്രീയത്തെ വിശദീകരിക്കവേ നമ്മളിൽ പലർക്കും ഉപയോഗിക്കേണ്ട വരുന്ന ആമുഖമായൊരു വാചകമുണ്ട്. ആ വാചകം ചരിത്ര പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. 2024 ഇന്ത്യയുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കുറിക്കുവാനും നമ്മളിൽ നല്ലൊരു പങ്കാളികൾക്കും ആവർത്തിച്ചുപയോഗിക്കേണ്ട വരുന്നൊരു പദപ്രയോഗം, സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിർവചനം ചരിത്ര പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. പലപ്പോഴും ഈ വാചകം ആവർത്തിച്ചുപയോഗിക്കേണ്ട വരുന്നതാണ്. വേണമെങ്കിൽ വിശദീകരിച്ചാൽ കാലപ്പഴക്കം വന്നൊരു വാചകമാണോ എന്ന് നമ്മളിൽ പലർക്കും സംശയം തോന്നാം. അല്പകാലത്തിന് പുറകിൽ വെച്ചിട്ടാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ വിശദീകരിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ ചില പദങ്ങളെങ്കിലും ഉപയോഗിച്ച് തഴക്കം വന്നതാണ്. ചില ഗൗരവപൂർണമായ കാര്യങ്ങളെ കുറിക്കുവാൻ, വിശദീകരിക്കുവാൻ പുതിയ പദാവലികളെ മലയാളത്തിന് തേടേണ്ടിയിരിക്കുന്നു എന്ന് സച്ചിദാനന്ദൻ സമീപത്ത് പറയുകയുണ്ടായി. നീലേശ്വരത്തുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും 2024 ആണ്ടിൽ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചർച്ചകൾക്കായും ചരിത്ര പ്രധാനമെന്ന പദത്തിന് കനം പോരാ, അതിന് ഗൗരവം പോരാ എന്ന് നമ്മളിൽ പലർക്കും തോന്നാം. സാധാരണ തെരഞ്ഞെടുപ്പുകൾ വിധിയെഴുതാറുള്ളത് ആരു ഭരിക്കണം, ആരു നമ്മുടെ രാഷ്ട്രത്തെ നയിക്കണം എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ്. ഗ്രാമപഞ്ചായത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ, ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ നമ്മൾ വിധി എഴുതാറുള്ളത് ആദ്യം നമ്മുടെ നാട്ടിലെ പ്രാദേശിക ഗവൺമെന്റ് ആകണം എന്ന് തീരുമാനിക്കുകയാണെന്ന് എന്ന നിലയിലാണ്. ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി ഇന്ത്യയെ ആര് നയിക്കണം, ഏതു രാഷ്ട്രീയ ആശയധാര ഇന്ത്യയുടെ ഗവൺമെന്റിനെ നയിക്കണം എന്ന തെരഞ്ഞെടുപ്പായിട്ടാണ് പലരും കരുതാറുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇന്ത്യ ആര് ഭരിക്കണമെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ നാട് വിധി എഴുതാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന ആശയത്തിന് എത്ര കാലം ആയുസ്സുണ്ട്? ബഹുസ്വര സമ്പൂർണമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറ് ഉയർത്തിപ്പിടിക്കുന്ന ലോകമെമ്പാടുമുള്ള മനുഷ്യായുസ്സുകൾക്ക് അഭയമൊരുക്കിയ ഒരു ഇന്ത്യ ഇനി എത്ര കാലം അവശേഷിക്കും? ഈ ചോദ്യത്തെ നമ്മുടെ രാഷ്ട്രം അഭിസംബോധന ചെയ്യുകയാണ്. സമീപത്തായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ പ്രഭാഷണത്തിന് 131 വയസ്സ് ആഘോഷിച്ചത് സമീപത്തായിരുന്നു. സെപ്റ്റംബർ മാസം 11 ചിക്കാഗോ പ്രഭാഷണത്തിന്റെ അനുസ്മരണ ദിനം. 130 ആണ്ടുകൾക്ക് പിറകിൽ ലോകം ഇന്ത്യയെ ശ്രദ്ധിച്ച വിജ്ഞാന സമൃദ്ധമായ പ്രഭാഷണമായിരുന്നു സ്വാമി വിവേകാനന്ദ. ഞാനതിൻ്റെ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാനല്ല. ലോകം വിവേകാനന്ദ സ്വാമികളെ ശ്രദ്ധിച്ചത് സഹോദരീ സഹോദരന്മാരെ എന്ന വിശ്വപ്രസിദ്ധി ആർജിച്ച, എന്നാൽ ആ സമയത്ത് അന്യാദൃശ്യമായ ഒരു അഭിസംബോധന വാചകത്തോടു കൂടെയാണ്. പ്രഭാഷണത്തിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രസക്തമായ ഒരു ഘട്ടത്തിൽ വിവേകാനന്ദ സ്വാമികൾ ഇപ്രകാരം നിർവചിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അനുകരണീയ മാതൃകകൾ എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലയളവിന്റെ മടിത്തട്ടിലാണ് വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോ പ്രഭാഷണം സംഭവിക്കുന്നത്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്
ലോകമെമ്പാടുമുള്ള പീഡിതരായ മുഴുവൻ മനുഷ്യായുസ്സുകൾക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിൽപ്പെട്ടവർക്കല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സാമുദായിക മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കല്ല, ലോകമെമ്പാടും പീഡനം ഏറ്റുവാങ്ങേണ്ട വരുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും അഭയമൊരുക്കുന്ന ഒരു മണ്ണ്, അവർക്ക് അഭയമൊരുക്കുന്ന ഒരു നാട്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂസീവ്നെസ് എന്നാണ് വിവേകാനന്ദൻ തന്നെ പിന്നീട് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. പീഡിപ്പിക്കപ്പെടുന്ന ലോകമെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യന്മാരുമേ, നിങ്ങളോടൊപ്പം ഈ മണ്ണ് ചവിട്ടി നിൽക്കുവാൻ, കണ്ണുയർത്തി നോക്കുവാൻ ആകാശവും കാലുറപ്പിച്ച് നിർത്തുവാൻ ഒരു പിടി മണ്ണും നൽകുന്ന ഒരു രാജ്യം ലോകഭൂപടത്തിലുണ്ട്. അത് ഇന്ത്യയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. 2024 കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിജയത്തിനും ആ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ എത്തണം? അതൊരു കാസർഗോഡൻ പ്രശ്നം മാത്രമല്ല, അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ഉയർന്ന ചോദ്യവും പ്രശ്നവുമാണ്. വിവേകാനന്ദൻ നിർവചിച്ച ലോകത്തിന് മുമ്പിൽ അഭിമാനാർഹമായ ബോധ്യത്തോടുകൂടെ പങ്കുവെച്ച ലോകമെമ്പാടുമുള്ള പീഡിത ശബ്ദങ്ങൾക്ക് ഹൃദയം പകുത്തു നൽകുന്ന ഒരു ഇന്ത്യ പരിമിതികളോടുകൂടെ എത്ര കാലമുണ്ട്? ഈ ചോദ്യത്തിനു കൂടെയാണ് കാസർഗോഡും കേരളവും മറുപടി എഴുതാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിൽ എത്തണമെന്നുള്ളത് ഒരു കാസർഗോഡൻ പ്രശ്നം മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് വിശദീകരിക്കവേ, കാസർഗോഡും നീലേശ്വരത്തും മറ്റു പല ഭാഗങ്ങളിലും അന്ധമായ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ജ്വരം ബാധിച്ച അപൂർവം ചില ആളുകളെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട്, അതിന് നിങ്ങൾക്കെന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തി? ഈ തെരഞ്ഞെടുപ്പിൽ നീലേശ്വരത്തും കാസർഗോഡും പയ്യന്നൂരും കല്യാശ്ശേരിയിലും മാത്രമല്ല, ഇന്ത്യയെമ്പാടുമുള്ള ആയിരക്കണക്കിന് വരുന്ന ഗ്രാമനഗരാന്തരങ്ങളിൽ ലളിതമായ ഒരൊറ്റ ചുവരെഴുത്തേ ഉയരുന്നുള്ളൂ. അത് കാസർഗോഡാവട്ടെ, കല്യാശ്ശേരിയിലാവട്ടെ, ഈ കാൺപൂരാവട്ടെ, ലക്നൌവിലാവട്ടെ, ന്യൂഡൽഹിയിലാവട്ടെ, ഇന്ത്യയുടെ നൂറുകണക്കിന് വരുന്ന ഏതു ഗ്രാമനഗരാന്തരങ്ങളിലും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലളിതമായ ഒരു ഒറ്റ ചുവരെഴുത്തെ അവശേഷിപ്പിക്കുന്നുള്ളൂ. എന്താണ് ആ ചുവരെഴുത്തിന്റെ അർത്ഥതലം? ലളിതമാണ്, എന്നാൽ ഋജുവാർന്നതുമാണ്. ലളിതമായ ഋജുവായ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തെന്ന് പറയുന്നത് വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങാത്തവരാരാണ് എന്ന ചോദ്യമാണ്. വർഗീയത എന്ന് കേൾക്കുമ്പോൾ നട്ടെല്ല് വിളക്കാത്തവരാരാണ്? ശിരസ് കുനിക്കാത്തവരാരാണ്? വിനീത വിധേയരാകാത്തവരാരാണ്? ഇന്ത്യൻ വർഗീയതയ്ക്ക് മുമ്പിൽ മുട്ടിലിഴയാതെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറ ഗിരിനിരകളോളം വലിപ്പമുള്ള ആകാശങ്ങളിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏതു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. അത് നീലേശ്വരത്തിന്റെയും കാസർഗോഡിന്റെയും മാത്രം പ്രശ്നമല്ല, ഇന്ത്യയെമ്പാടുമുള്ള മതനിരപേക്ഷ ചേരിയുടെ പ്രശ്നമാണ്. അവരാണ് പാതാളത്തോളം വലിപ്പമുള്ള മഹാകൃത്യങ്ങളെ അഭിസംബോധന ചെയ്യവേ ആരുണ്ട് വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങാത്തവർ? ഏതു രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾക്കതിൽ പ്രതീക്ഷയർപ്പിക്കാൻ വേണ്ടി കഴിയുക? ഏതു പതാകയാണ് വിശ്വാസമർപ്പിക്കാൻ വേണ്ടി കഴിയുക? ഏത് മുദ്രാവാക്യങ്ങളിലാണ് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പിന്മടക്കമില്ലാത്ത അന്തസത്തയെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഈ ചുവരെടുത്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ ആരിൽ വിശ്വാസമർപ്പിക്കാൻ വേണ്ടി കഴിയും? ഏതു രാഷ്ട്രീയത്തിനും പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി കഴിയും? ഏത് മുദ്രാവാക്യങ്ങൾക്കായി നമ്മൾ ഹൃദയം പകുത്തു കൊടുക്കാൻ വേണ്ടി കഴിയും? ഇത് ചർച്ച ചെയ്യുമ്പോൾ തൊട്ട് പുറകിലുള്ള മണിക്കൂറുകളിൽ അവസാനത്തെ കോൺഗ്രസിന്റെ AICC അംഗവും BJPയിലേക്ക് കൂറുമാറുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഉത്തരേന്ത്യയിൽ നിന്നല്ല, നമ്മുടെ മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ കാണുകയും കേൾക്കുകയുമാണ്. സാധാരണഗതിയിൽ സമീപത്തുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മൃദുവർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് സ്വയം വിൽപ്പന ചരക്കായി മാറുന്ന വാർത്തകൾ നിസ്തുലമായി നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു, നിർലോഭമായി നമ്മൾ ശ്രമിക്കാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മലയാളികളായ നമ്മളിൽപ്പെട്ട മുഴുവൻ ആളുകളും ആശ്വാസം കൊണ്ടിട്ടുണ്ട്. കേരളത്തിൽ വർഗീയ രാഷ്ട്രീയതയ്ക്ക് അത്രമേൽ സ്വീകാര്യത ലഭിക്കില്ല. കേരളത്തിലെ കോൺഗ്രസും മറ്റു സംഘവുമൊന്നും അങ്ങനെ RSS ആയി മാറില്ല. ഇതൊരാശ്വാസകരമായ യാഥാർത്ഥ്യമായി നമ്മളിൽ പലരും ധരിച്ചു വെച്ചിരുന്നു. 2024 ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്നയോളമുള്ള കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ദശാസന്ധിയാണ്, ഒരു ബ്രേക്ക് ത്രൂ ആണ്.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടതായി വരുന്നത്? അത് ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നമ്മളിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു അവകാശവാദമല്ല, രാഷ്ട്രീയമായ ഒരു വിമർശനം മാത്രമല്ല. വസ്തുതാപൂർണമായ സംഭവ വികാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സമീപ ദിവസങ്ങളിൽ സംഭവിച്ചത് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ശരിവെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാക്കന്മാരെ സംഭാവന ചെയ്ത മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെത്. ലീഡർ എന്ന് കോൺഗ്രസുകാർ അഭിമാനത്തോടു കൂടെ വിളിക്കുന്ന നേതാവായിരുന്നു നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന കെ കരുണാകരൻ. അതോടൊപ്പം അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി ഇന്നയോളമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 33-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറിയ മനുഷ്യനാണ് അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന AK ആന്റണി. ഇന്ത്യൻ കോൺഗ്രസിലെ തലയെടുപ്പുള്ള നേതാക്കന്മാർ ഒത്തുചേരുന്ന കാലയളവിന്റെ പ്രത്യേകത എന്താണ്? രണ്ടുപേരുടെയും മക്കൾ അവർ രാഷ്ട്രീയ നിരപേക്ഷമായി ചിന്തിക്കുന്നവരായിരുന്നില്ല. രണ്ടുപേരും അടിയുറച്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു. പത്മജ വേണുഗോപാൽ മുതൽ അനിൽ ആന്റണി വരെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ വർഗീയതയെ സ്വീകരിച്ച മുഖങ്ങളായി കെ കരുണാകരന്റെ മകളും AK ആന്റണിയുടെ മകനും രണ്ട് ദ്വന്ദ്ങ്ങളായി കേരളത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രണ്ടു പേരുകൾ അവസാനിപ്പിക്കാൻ കഴിയുന്നതൊന്നുമല്ല. പത്മിനി തോമസ് മുതൽ പത്മജ വേണുഗോപാൽ വരെ, അനിൽ ആന്റണി മുതൽ KS രാധാകൃഷ്ണൻ വരെ, അബ്ദുൽ സലാം മുതൽ തൊട്ടപ്പുറ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന C രഘുനാഥ് വരെ സമീപ ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് നമ്മളുടെ നാട്ടിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത അപൂർവം വരുന്ന പേരുകളിൽ ചിലതാണത്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? എന്തായിരുന്നു കെ കരുണാകരന്റെ മകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ച പേരെന്താണ്? അവർ പറഞ്ഞു തന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, എന്റെ ജ്യേഷ്ഠൻ ഏതു നിമിഷവും RSS ആയി മാറും. അദ്ദേഹത്തിന് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിലേക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ പൊതുബോധം അഭൂതപൂർണമായ ജാഗ്രതയോടുകൂടെയും ആശങ്കയോടുകൂടെയും കേട്ട വാചകങ്ങളായിരുന്നു ഇത്. ഇതൊരൊറ്റപ്പെട്ട അനുഭവമായിരുന്നില്ല. ഏത് കോൺഗ്രസ്സുകാരനും കേരളത്തിലും കാസർഗോഡും നീലേശ്വരത്തും ഏതു നിമിഷവും RSS ആയി മാറാം. ഈ മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിലൂടെ ഇന്ത്യയും സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിൽ ഏതു രാഷ്ട്രീയത്തെയാണ് വർഗീയതയെ പരാജയപ്പെടുത്താൻ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രബുദ്ധമായ കൊടിക്കൂറ് ഉയർത്തിപ്പിടിക്കാൻ ഈ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി കഴിയുമോ? നമ്മുടെ നാട് വിശദീകരിക്കണം, വിധി എഴുതേണ്ടതായിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ ഒന്നൊഴിയാതെ പുറകെ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറുന്ന നേതൃപദവി അലങ്കരിക്കുന്ന നേതാക്കന്മാരുടെ വാർത്തയും ചിത്രവുമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. 48-72 മണിക്കൂറുകൾക്ക് പുറകിൽ മഹിളാ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാവ്, AICC അംഗം, ചെറിയ നേതാവൊന്നുമല്ല, DCCയും KPCCയും ഒന്നുമല്ല, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗമാണ്. 72 മണിക്കൂറുകൾക്ക് പുറകിൽ കേരളത്തിൽ BJPയുടെ പാളയത്തിലേക്ക് ചെന്ന് ചേക്കേറിയത്. അത് ഏറ്റവും ഒടുവിലത്തെ പേര് മാത്രമാണ്. ഇങ്ങനെ എത്രയെത്ര പേരുകൾ ഇപ്പോൾ കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നല്ലൊരു പങ്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘപരിവാർ സംഭാവനയാണ്. RSSന് സംഭാവന ചെയ്തതാണ്. എങ്ങനെ സംഭാവന ചെയ്തു? തീൻമേശയിൽ നിന്ന് വലിച്ചെറിയുന്ന എല്ലും കഷ്ണങ്ങൾ കണക്കെ നോട്ടുകെട്ടുകളും അധികാര രാഷ്ട്രീയത്തിന്റെ പദവികളും RSS താഴേക്ക് വലിച്ചെറിയുന്നു. അത് വാരിയെടുത്ത് ഭക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന വാലാട്ടി സംഘമായി കാസർഗോഡും കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പിന്മടക്കമില്ലാത്ത പോർമുഖങ്ങളിൽ, കീഴടങ്ങാത്ത സമരമുഖങ്ങളിൽ, മുട്ടിലിഴയാത്ത രാഷ്ട്രീയ നിലപാടുകളിൽ ഇനി എത്ര നാൾ, എത്ര മണിക്കൂർ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം. എന്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സംഘപരിവാരത്തിന് കഴിയുന്നു? ഇവിടെ ഇത് വിശദീകരിക്കുമ്പോൾ ചെറുതും വലുതുമായ ഏത് സംവാദ സദസ്സുകളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇടതുപക്ഷക്കാർ ഇതൊക്കെ പറയും, പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പ്രസക്തിയുള്ളത്? നിങ്ങൾക്ക് ആലപ്പുഴയിലും കോട്ടയത്തും തമിഴ്നാട്ടിൽ നിന്ന് 2 പേരും ഉൾപ്പെടെ 4-5 ആളുകളല്ലേ ഇന്ത്യൻ പാർലമെന്റിലുള്ളൂ. പല ഇടതുപക്ഷ വിരുദ്ധ ജ്വരം ബാധിച്ചവരും പരിഹാസ രൂപേണ പറയാറുള്ളൊരു വാചകം എന്താണ്?
നിങ്ങൾക്കൊരു ചെറുവാഹനത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്ന അംഗങ്ങളല്ലേ ഉള്ളൂ? പരിഹാസത്തോടു കൂടെ ചോദിക്കാറുണ്ട്. പാർലമെന്ററി ജനാധിപത്യത്തിൽ അംഗബലത്തിന്റെ പേരിലാണോ ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത്? ഇന്ത്യയിൽ വർഗീയതയെ പരാജയപ്പെടുത്തുന്നതിൽ പാർലമെന്റിലെ അംഗബലം മാത്രമാണോ മാരകമായി തീരുന്നത്? ഞാൻ ചരിത്രത്തിലെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സമീപത്ത് ഇന്ത്യൻ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത, ഇന്ന് ചുറ്റിത്തിരിയുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതി പണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിലാണ്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? ലീഗലൈസ്ഡ് ലൂട്ട് എന്നാണ് സമീപത്ത് ചിന്താശേഷികളുടെ രാഷ്ട്രീയ വിശാരദന്മാർ അതിനെ നിർവചിച്ചത്. ക്രമവൽക്കരിക്കപ്പെട്ട അഴിമതി. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ BJP-യുടെ നേതാക്കന്മാർ, അത് നീലേശ്വരത്തുള്ള ലോക്കൽ വർഗീയവാദിയായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നമ്മുടെ ദേശീയ വർഗീയവാദിയായാലും, അവർ പലപ്പോഴും അവകാശപ്പെടാറുള്ളത് എന്താണ്? ഇപ്പൊ നിങ്ങൾ കാണുക, 2ാം UPA-യുടെ സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ചെറിയ അഴിമതിയൊന്നുമല്ല, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ എണ്ണിയാരൊടുങ്ങാത്ത അഴിമതി കഥകളുടെ തുടർച്ചകൾക്കാണ് ആ കാലയളവ് സാക്ഷ്യം വഹിച്ചത്. BJP ഭരിക്കുന്നു, അഴിമതിയുണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടിൽ വർഗീയവാദികൾ സാധാരണഗതിയിൽ ഉയർത്താറുള്ള ചോദ്യം. എവിടെ 2G സ്പെക്ട്രം? എവിടെ ശതകോടിക്കണക്കിന് രൂപയുടെ മഹാകുംഭകോണ കഥകൾ? ഞങ്ങൾ അഴിമതിക്കാരല്ല, BJP അവകാശപ്പെടാറുണ്ട്. പ്രത്യേകത എന്താണ്? 76 വയസ്സ് തികയുന്നു നമ്മുടെ രാഷ്ട്രത്തിന്. 76 വയസ്സ് തികയുന്ന ഇന്ത്യയുടെ ചരിത്ര ദശാസന്ധികളിലെ ഏറ്റവും വലിയ കാട്ടുകൊള്ളയ്ക്കാണ് ഇലക്ട്രൽ ബോണ്ട് വഴി RSS നേതൃത്വമായത്. അഴിമതിയെ നിയമപരമാക്കി എടുക്കാൻ ശ്രമം നടക്കുന്നു. ക്രമവൽക്കരിക്കപ്പെട്ട അഴിമതിക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരമാണെങ്കിലോ 8808 കോടിയിലധികം വരുന്ന തുക കോർപ്പറേറ്റ് കള്ളന്മാരുടെ അടുക്കളയിൽ നിന്നും BJP ഓഫീസിലേക്ക് നാണയത്തൊട്ടുകളായി വലിച്ചെറിഞ്ഞു. ആ എച്ചിൽ കഷ്ണങ്ങളെ വാരിയെടുത്തിട്ടാണ് കേരളത്തിൽ പത്മജ മുതൽ പത്മിനി വരെയുള്ളവരെ, അബ്ദുൽ സലാം മുതൽ KS രാധാകൃഷ്ണൻ വരെയുള്ളവരെ, അനിൽ ആന്റണി മുതൽ C രഘുനാഥ് വരെയുള്ളവരെ സംഘപരിവാരം വിലക്കെടുത്തത് കോർപ്പറേറ്റ് കള്ളന്മാരുടെ തീന്മേശയിൽ നിന്നും RSS-ന് വലിച്ചെറിഞ്ഞ് കിട്ടിയ അപ്പക്കഷ്ണങ്ങൾ, എല്ലും കഷ്ണങ്ങൾ കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ചില നിഷ്കളങ്കരെങ്കിലും കരുതും, അത് BJP അല്ലേ, കോൺഗ്രസ് വാങ്ങിയില്ലല്ലോ. ഇപ്പോഴത്തെ കോൺഗ്രസ് സമീപത്ത് 2 ദിവസങ്ങൾക്ക് പുറകിൽ ബക്കറ്റ് പിരിവ് നടത്തി. നമ്മൾ ചിത്രം കണ്ടു. KPCC-യുടെ ആക്ടിംഗ് പ്രസിഡന്റിന്റെ പദവിയുള്ള ആദരണീയനായ നേതാവ് തിരുവനന്തപുരത്ത് പാളയം മാർക്കറ്റിന് മുമ്പിലൂടെ ബക്കറ്റുമായി സഞ്ചരിക്കുകയാണ്. നമ്മൾ അതിനെയൊന്നും മോശമായി കാണുന്നില്ല. പക്ഷെ ബക്കറ്റ് പിരിവിന്റെ പേരിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തെ പരിഹസിച്ചവരുണ്ടായിരുന്നു. കാലമെല്ലാത്തിനും മറുപടി നൽകുമെന്നുള്ളത് ആലങ്കാരികമായ ഒരു പദപ്രയോഗം മാത്രമല്ല, സഞ്ചരിക്കാൻ വണ്ടിക്കൂലിയില്ല. ഇതാണ് AICC-യുടെ നേതാവ് സമീപത്ത് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്. ആ കോൺഗ്രസിന് എത്രയാണ് ഇലക്ട്രൽ ബോണ്ട് ലഭിച്ചത്? നിയതമായ മാധ്യമ വാർത്തകൾ സത്യസന്ധമെങ്കിൽ 1908 കോടി ഈ കോർപ്പറേറ്റ് കള്ളന്മാരുടെ തീന്മേശയിൽ നിന്നും കോൺഗ്രസിനും എല്ലും കഷ്ണങ്ങൾ എന്നതുപോലെ വലിച്ചെറിയപ്പെട്ട് കിട്ടി. അതിനെയും സ്വീകരിച്ചുകൊണ്ടാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സിറ്റിംഗ് MP കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഇന്ത്യയിലെ ലക്ഷണമൊത്ത കോർപ്പറേറ്റ് കള്ളന്മാരുടെ കള്ളപ്പണം കാസർഗോഡ് പാർലമെന്റ് അംഗം മുതൽ സംഭാവനയായി സ്വീകരിച്ചിട്ടാണ് ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസും RSS-ഉം തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് മറ്റ് ചെറിയ ധാരണയുണ്ടാകേണ്ട. ഈ പാർട്ടികൾ മാത്രമേ ഉള്ളൂ. 28-ലധികം വരുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഇപ്പൊ TDP, നമ്മൾ എത്ര പേർ കേട്ടിട്ടുണ്ട് ആ പാർട്ടിയെ സംബന്ധിച്ച്? തെലുങ്കുദേശം പാർട്ടി 178 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇലക്ട്രൽ ബോണ്ടായി സ്വീകരിച്ചത്. കോടികളുടെ കണക്ക് പറയുമ്പോൾ നമ്മളിൽ പലരും 1 ലക്ഷം രൂപ തികച്ച് കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 178 കോടി, 8808 കോടി BJP-ക്ക്, 1908 കോടി കോൺഗ്രസിന് എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ നിർദ്ധാരണം ചെയ്യാൻ കഴിയാത്തത്ര വലിപ്പമുള്ള സംഖ്യയാണ് ഈ കോടികളുടെ കണക്കെന്ന് പറയുന്നത്. മിസോറാമിലെ പീപ്പിൾസ് പാർട്ടി യഥാർത്ഥത്തിൽ 1-2 കേരളത്തിലെ പാർലമെന്റ് മണ്ഡലം ചേരുന്ന സ്ഥലമേ ഉള്ളൂ. അവിടുത്തെ പാർട്ടിക്ക് എത്രയാണ് ഇലക്ട്രൽ ബോണ്ട്? 278 കോടി രൂപയാണ് MPP എന്നറിയപ്പെടുന്ന മിസോറാം പീപ്പിൾസ് പാർട്ടി. ഭാരതീയ രാഷ്ട്രീയ സമിതി എന്ന് പേര് മാറ്റപ്പെട്ട TRS എത്രയാണ്? 1000 കോടി രൂപയാണ് തെലങ്കാനയിൽ നിന്ന് സംഭാവന വാങ്ങിച്ചത്. TRS-ഉം മിസോറാം പീപ്പിൾസ് പാർട്ടിയും TDP-യും തെലുങ്ക് ദേശം പാർട്ടിയും ഉൾപ്പെടെ കോൺഗ്രസും BJP-യും വരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, ഇന്ത്യയിൽ ഇന്നയോളം നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത
28 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏതാണ്ട് എല്ലാ പേരും ഈ കോർപ്പറേറ്റ് കള്ളന്മാരിൽ നിന്ന് പണം സ്വീകരിച്ചു. എന്നിട്ടാണ് ഇന്നയോളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊടിയ അഴിമതിക്ക് നമ്മളുടെ കാലയളവ് സാക്ഷ്യം വഹിച്ചത്. സുപ്രീം കോടതി സവിശേഷകരമായ ഉത്തരവിലൂടെ ഈ കള്ളപ്പണത്തിന്റെ അഴിമതിയെ റദ്ദു ചെയ്യാൻ തയ്യാറായി. ലോകമെമ്പാടും സ്വീകാര്യമായ ഒരു വിധിയായിരുന്നു അത്. പക്ഷേ ആ വിധിയെ സംബന്ധിച്ച് കേരളത്തിൽ എത്ര പത്രങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തു? 7 മണി മുതൽ 10 മണി വരെ പ്രൈം ന്യൂസ് അവർ ഡിബേറ്റുകൾ സംഘടിപ്പിക്കപ്പെടുന്ന എത്ര മാധ്യമ സ്ഥാപനങ്ങൾ, എത്ര മാധ്യമ പ്രവർത്തകർ അതിനെ സംബന്ധിച്ച് സത്യസന്ധമായ കേസിന്റെ നാൾ വഴികൾ നമ്മളോട് വിശദീകരിച്ചു? ഒരൊറ്റയാളും വിശദീകരിച്ചില്ല. ലൈവ് ലോ അഡ്വക്കേറ്റ് PV ദിനേശ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സുപ്രീം കോടതിയിലെ അഭിഭാഷക സംഘം അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ്. സുപ്രീം കോടതിയിലെ തത്സമയ സംഭാഷണങ്ങളായി, വാചകങ്ങളായി ലൈവ് ലോ വഴി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇലക്ട്രൽ ബോണ്ട് സംബന്ധമായ കേസിൽ വിധി പ്രസ്താവം വരുന്നതിന് തൊട്ട് മുമ്പുള്ള സിറ്റിംഗിൽ ആ കേസിൽ ഏറ്റവും സുപ്രധാനമായി വാദമുന്നയിച്ച അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്താണ്. അദ്ദേഹം പഞ്ചാബ് സർക്കാരിന്റെ അഡീഷണൽ കൗൺസിലാണ്. ആ സമയത്ത് അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്തിനോട് വിധി പ്രസ്താവത്തിന് തൊട്ടു മുമ്പ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ CJI ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ലൈവിലോ ഇപ്രകാരമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്: ആർ യു നോട്ട് അഷെയിംഡ് ടു കം ഹിയർ? ഇതാണ് ചന്ദ്രചൂഡിന്റെ വാചകത്തിന്റെ ആദ്യ വാചകം. എന്താണ് പറയുന്നത്? അങ്ങേക്ക് നാണമാകുന്നില്ലേ ഇവിടെ വന്ന് നിൽക്കുവാൻ? വിയോജിപ്പിന്റെ സ്വരമുയർത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ കരമുയർത്തുന്നുണ്ട്. അദ്ദേഹം അനുവദിക്കുന്നു ഷാദൻ ഫറാസത്തിനോട് സംസാരിക്കുവാൻ. ഇത് വിധി പ്രസ്താവത്തിന്റെ ഭാഗമല്ല, സുപ്രീം കോടതിയിൽ ലൈവ് ലോ റിപ്പോർട്ട് ചെയ്ത സംഭാഷണ ശകലമാണ്. അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് എന്തുകൊണ്ടാണ് അങ്ങനൊരു പ്രയോഗം എനിക്ക് നേരെ നടത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ന്യായാധിപനായ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയുന്നു, ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്കാലത്തുമായിട്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പകൽ ബോണ്ട് വാങ്ങുക, എന്നിട്ട് കോടതിയുടെ മുമ്പിൽ വന്നു നിന്ന് അതിനെതിരെ കേസ് നടത്തുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആർ യു നോട്ട് അഷെയിംഡ് ടു കം ഹിയർ? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇവിടെ വന്ന് നിൽക്കുവാൻ? വിയോജിപ്പിന്റെ കരമുയർത്തി എന്നാൽ വിനയാനിത്തമായ ശബ്ദത്തോടുകൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമല്ലാത്ത ഇന്ത്യ ആദരിക്കുന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് പറയുന്നുണ്ട്, ഇന്ത്യയിലെ ലക്ഷണമൊത്ത കോർപ്പറേറ്റ് കള്ളന്മാരുടെ അഴിമതി പണമാണ് ഇലക്ട്രൽ ബോണ്ടായി ഇന്ത്യയിൽ 100 കണക്കിന് വരുന്ന ആളുകൾ ശതകോടിക്കണക്കിന് വരുന്ന തുക സംഭാവനയായി സ്വീകരിച്ചിട്ടുള്ളത്. ഈ കോർപ്പറേറ്റ് കള്ളന്മാരുടെ കള്ളപ്പണം സ്വീകരിക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അത് സ്വീകരിക്കണമെങ്കിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നയോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ കോർപ്പറേറ്റ് കള്ളന്മാരുടെ കള്ളപ്പണം സ്വീകരിക്കാൻ, ഇലക്ട്രൽ ബോണ്ട് വാങ്ങുവാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ. അതിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. അതിനെ പ്രതിദാനം ചെയ്തിട്ടാണ് ഞാൻ സുപ്രീം കോടതിയിൽ വന്നു നിൽക്കുന്നത്, അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് പറഞ്ഞു. ആ വാദത്തിന് ശേഷമാണ് ഇലക്ട്രൽ ബോണ്ടിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്ന വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? നീലേശ്വരത്ത് അപൂർവമെങ്കിലും കാസർഗോഡ് അല്പം സുലഭമായിട്ടുള്ള അന്തസ്സുള്ള കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പത്മജ വേണുഗോപാൽ മുതൽ പത്മിനി തോമസ് വരെയുള്ളവരെ വിലക്കെടുക്കാൻ RSS തീൻമേശയിൽ നിന്ന് എല്ലും കഷ്ണങ്ങളായി വലിച്ചെറിഞ്ഞത് ഈ കള്ളപ്പണമാണ്, ഈ അഴിമതിക്കാശാണ്. ആ അഴിമതിക്കാശ് നിരോധിക്കാൻ നൊന്തുതല്ലി സമരമിറങ്ങിയ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. അവശേഷിക്കുന്ന നീലേശ്വരത്തെ, കാസർഗോഡ്, കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഭാവിയിൽ RSS ആകാതിരിക്കാനാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഏപ്രിൽ മാസം 26-ന് വോട്ട് രേഖപ്പെടുത്തേണ്ടത് സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്റർക്കാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ്. കാരണം എന്താണ്? ഈ അവശേഷിക്കുന്ന കോൺഗ്രസിനെ സംരക്ഷിക്കാൻ BJPയുടെ കള്ളപ്പണത്തിന്റെ സ്രോതസ് പൂട്ടിച്ചത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. അതിന്റെ നേതൃത്വമായ CPIM ആണ്. എത്ര മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു? അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കെന്താണ് ഇന്ത്യയിൽ പ്രസക്തി? ആ പ്രസക്തി വരച്ചിട്ട ഇന്ത്യൻ അനുഭവമാണത്. ലോകമെമ്പാടും അത്ഭുതത്തോടുകൂടെ ഇന്ത്യയിലേക്ക് നോക്കിയില്ലേ? എല്ലാ പാർട്ടികളും ഇതിന്റെ കള്ളപ്പണം പറ്റുവാൻ, അതിന്റെ ഓഹരി വിഴുങ്ങുവാൻ ക്യൂ നിന്നപ്പോൾ ആ വരിയിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം ഉണ്ടായില്ല. അഭിമാനത്തോടു കൂടെ നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി കഴിയും.
ഇതൊരനുഭവത്തിൽ മാത്രമാണോ? അതേ തുടർന്ന് എന്താണ് സംഭവിച്ചത്? കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വർഗീയ ധ്രുവീകരണം സാധ്യമാക്കാൻ സാധ്യതയുണ്ടായിരുന്ന എല്ലാ പ്രചാരണങ്ങളിലെയും തല തകർത്തില്ലേ? ഇലക്ട്രൽ ബോണ്ട് വഴി അനാവൃതമാക്കപ്പെട്ട വികൃത രൂപമായി ഇന്ത്യൻ പൊതുജന സാമാന്യത്തിന് മുമ്പിൽ ഇന്ത്യയിലെ RSSന് സുപ്രധാനമായി നിൽക്കേണ്ടതായി വന്നു. അപ്പോഴെന്ത് ചെയ്തു? ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു അല്ലേ? ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തപ്പോഴോ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ആധാരമായ കേസ് അരബിന്ദോ ഫാർമസി. ഞാനതിന്റെ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ 3ഓ 4ഓ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നയാളാണ് ശരത് ചന്ദ്ര റെഡ്ഡി. ചെറിയ മുതലാളിയൊന്നുമല്ല. എന്താണ് പ്രത്യേകത? നവംബർ മാസം 5-ന് മദ്യനയ അഴിമതി കേസിൽ ശരത് ചന്ദ്ര റെഡ്ഡി പ്രതിയാക്കപ്പെടുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അരബിന്ദോ ഫാർമസിയുടെ മുതലാളി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. നവംബർ മാസം 10-ാം തീയതി എന്ത് ചെയ്യുന്നു? ശരത് ചന്ദ്ര റെഡ്ഡിയുടെ അരബിന്ദോ ഫാർമസി ഓരോ കോടി വിലയുള്ള 5 ബോണ്ട് അത് വാങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? BJP ആഫീസിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. നവംബർ മാസം 10-ാം തീയതി എത്തുമ്പോഴോ സുപ്രധാന പ്രതിപട്ടികയിൽ സ്ഥാനമലങ്കരിച്ചിരുന്ന ശരത് ചന്ദ്ര റെഡ്ഡിയുടെ അരബിന്ദോ ഫാർമസി മാപ്പ് സാക്ഷിയായി മാറുന്നു. ഇതാണ് കണ്ടത്. മാപ്പ് സാക്ഷിയായി മാറിയപ്പോഴോ 25 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിച്ച് എങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുക്കുന്നു? വാലാട്ടി നിൽക്കുന്ന നായ്ക്കുട്ടികൾക്ക് എല്ലും കഷ്ടങ്ങൾ കൊടുക്കുന്നത് പോലെ ഇന്ത്യയിലെ ലക്ഷണമൊത്ത അഴിമതിക്കാരും കള്ളന്മാരും BJP ആഫീസിലേക്ക് 25 കോടി കൂടെ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെയോ ഇതേവരെ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. ഈ കള്ളപ്പണം മുഴുവൻ സ്വീകരിച്ച അതിന്റെ 1ാമത്തെ ഗുണഭോക്താവ് BJP ആയി മാറിയപ്പോ അതേ കേസിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു. ഇതിനാണ് നമ്മളുടെ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഉയർന്നു വരുന്നത്. അസാധാരണമായ വെല്ലുവിളികളെ നേരിടുമ്പോൾ ഗിരിനിരകളോളം വലിപ്പമുള്ള പതാകയെ അന്തസ്സുള്ള രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യ ബദലനുഭവങ്ങളുടെ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പതാകയെ ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കാൻ ആര്? ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് MV ബാലകൃഷ്ണൻ മാസ്റ്ററിലൂടെ കാസർഗോഡ് നൽകേണ്ടത്. ഇതൊരനുഭവം മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അത്രയും തെരഞ്ഞെടുപ്പിന് നമ്മൾ തയ്യാറെടുക്കുന്ന ആദ്യഘട്ടത്തിൽ എന്തായിരുന്നു? നമ്മളുടെ ബൂത്തിൽ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ പോകുമ്പോൾ പല സുഹൃത്തുക്കളും സഖാക്കളും പറയും, പെൻഷൻ കൊടുത്തിട്ടില്ല, സപ്ലൈകോയിൽ ആ സാധനം ഇല്ല, നമുക്ക് വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോകാൻ പറ്റില്ല. സഖാബ് ഇത് എത്രയും വേഗം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണം. എന്നോട് മാത്രമല്ല, നമ്മളുടെ ബൂത്ത് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മളിൽപ്പെട്ട എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടും നമ്മളുടെ സാധാരണക്കാരായ ആളുകളുടെ പ്രതികരണം ഇതായിരുന്നു. കാരണം എന്താണ്? നമ്മൾ സദസ്സിലടക്കം വിശദീകരിച്ചതാണ്. കേരളത്തിന് നേർക്ക് സാമ്പത്തിക യുദ്ധം അത് ആലങ്കാരികമായ പ്രയോഗമൊന്നുമല്ല, അതും അർത്ഥസമ്പൂർണമായ പ്രയോഗം തന്നെയാണ്. ആ പ്രയോഗം ലോകത്താദ്യം നടത്തുന്നത് ആരാണ്? നമ്മളാരുമല്ല. ഏതാണ്ട് കുറച്ച് വർഷാന്തരങ്ങൾക്ക് പുറകിൽ ക്യൂബയുടെ ആദരണീയനായ ഭരണാധികാരി ഫിഡൽ കാസ്ട്രോ മരണപ്പെടുന്നതിന് 3ഓ 4ഓ മാസങ്ങൾക്ക് പുറകിൽ ഫിഡൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. 20 മിനിറ്റ് ഇല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം. ഞാനത് ദൈർഘ്യം സൂചിപ്പിക്കാൻ കാരണം 3-4 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഐതിഹാസിക സമ്പൂർണമായ മഹാപ്രഭാഷണങ്ങളുടെ പ്രതീകമാണ് ഫിഡൽ. പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിലാണ്. വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. വാക്കുകളെ മുറിയുന്നുള്ളൂ, രാഷ്ട്രീയ ബോധ്യം മുറിയുന്നില്ല. മുറിഞ്ഞുപോയ വാക്കുകളിൽ മുറിഞ്ഞു പോകാത്ത രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ തന്റെ രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ച് ഫിഡൽ കാസ്ട്രോ UN ഏറ്റവും ഒടുവിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അഭിസംബോധന ചെയ്ത് അവസാനിപ്പിക്കവേ അദ്ദേഹം ഉപയോഗിക്കുന്ന 2 വാചകങ്ങളുണ്ട്. കാസർഗോഡും നീലേശ്വരത്തും കേരളത്തിലും തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചുവരെഴുത്തായി മാറേണ്ട വാചകങ്ങളാണ്. എന്താണ് ഫിഡൽ പറയുന്നത്? അദ്ദേഹത്തിന്റെ ആദ്യ വാചകം ഇപ്രകാരമാണ്: ഫിനാൻഷ്യൽ സീഗ് ഈസ് നോട്ട് മിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ്. അതാണ് ഫിഡലിന്റെ ആദ്യ വാചകം. സാമ്പത്തികമായ ഉപരോധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല സാമ്പത്തിക പ്രശ്നമല്ല, ബട്ട് ഇറ്റ് ഈസ് എ വാർ ഓൺ ക്യൂബ. ഞങ്ങളുടെ ക്യൂബയ്ക്ക് മേൽ നടത്തപ്പെടുന്ന ഒരു മഹായുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ വാചകം പറഞ്ഞുകൊണ്ടാണ് UN അദ്ദേഹത്തിന്റെ പ്രഭാഷണം അവസാനിക്കുന്നത്. കാരണം എന്താണ്? ലോക ഭൂപടം എടുത്ത് പരിശോധിച്ചാൽ അമേരിക്കൻ ഐക്യനാടുകളുടെ മടിയിലാണ് ക്യൂബ കിടക്കുന്നത്. ക്യൂബയുടെ സ്ഥാനം അവിടെയാണ്. 40 വർഷത്തിലധികമായി ക്യൂബയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധമാണ്. ക്യൂബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണ്? ഇപ്പൊ കരിമ്പാണ്. ക്യൂബയുടെ കരിമ്പാണെങ്കിലോ അമേരിക്കയുടെ അതിർത്തിയിൽ പ്രവേശനമില്ല. ക്യൂബയുടെ കരിമ്പുൽപ്പന്നങ്ങളാണെങ്കിലോ അമേരിക്കൻ ഐക്യനാടുകൾക്കുള്ളിൽ പ്രവേശനമുണ്ടായിരിക്കില്ല. ഈ ഉപരോധത്തെ ക്യൂബ നേരിടുകയാണ്. ആ ഉപരോധത്തെ കുറിച്ചാണ് ഫിഡൽ പറയുന്നത്. ഇത് കേവല സാമ്പത്തിക പ്രശ്നമല്ല,
ഞങ്ങളുടെ നാടിന് മേൽ നടത്തപ്പെടുന്ന യുദ്ധമാണ്. ക്യൂബയും കേരളവും തമ്മിൽ എന്ത് താരതമ്യം? ക്യൂബ ഒരു രാഷ്ട്രവും കേരളം ഒരു സംസ്ഥാനവുമാണ്. ആ അർത്ഥത്തിൽ സമീകരണങ്ങൾ അർത്ഥരഹിതമാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രബുദ്ധമായ പതാകയുടെ പേരിൽ ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭൗമശാസ്ത്രപരമായ ഭൂപടത്തിൽ നിന്നുള്ളതല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തപ്പെട്ടു. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന്, ജോഗ്രഫിക്കൽ മാപ്പിൽ നിന്നല്ല, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന് കേരളം ഉയർത്തുന്ന പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ കരുത്തിന്റെ പ്രതീകത്തിന്റെ ആയതിന്റെ പേരിൽ കേരളത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തപ്പെടുന്നു. പല വിധത്തിലുള്ള ഉപായങ്ങൾ സ്വീകരിച്ചു. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി കണ്ണൂർ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചു. മീനാക്ഷിയിലേക്ക് കേരളത്തിലെ മനുഷ്യരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കണമെന്ന് പറഞ്ഞു. പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടു. കേരളം ശിരസ് കുനിച്ചില്ല, നട്ടല് വളച്ചില്ല, മുട്ടിലിഴഞ്ഞില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ്? സാമ്പത്തികമായ യുദ്ധം കേരളത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ജനകീയ പ്രതിരോധ ജാഥ നമ്മൾ നയിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾ ബഹുജനങ്ങളുടെ നേതൃത്വത്തിൽ മനുഷ്യ മഹാശൃംഖലയായി കേരളത്തിൽ അണിയണിയായി ചങ്ങല തീർത്തത്. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സംഘവും ഡൽഹിയിൽ പോയപ്പോൾ നീലേശ്വരം നഗരസഭയുടെ മുമ്പിലും അങ്ങോളം ഇങ്ങോളം കേരളത്തിന്റെ നൂറുകണക്കിന് വരുന്ന ഗ്രാമനഗരാന്തരങ്ങളിലും നൊന്തുതല്ലി മുദ്രാവാക്യം ഇഴകി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ, സാമ്പത്തിക യുദ്ധത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തിയത് ഇതിനു വേണ്ടിയിട്ടാണ്. കേരളത്തിന്റെ റേഷൻ കട പൂട്ടിക്കണം, കേരളത്തിന്റെ സപ്ലൈകോ പൂട്ടിക്കണം, നീലേശ്വരത്തെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കുടിക്കുന്ന നമ്മളിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടണം, കേരളത്തിലെ വയോജനങ്ങളുടെ പെൻഷൻ മുടക്കണം, കേരളത്തിലെയും കാസർഗോഡെയും നീലേശ്വരത്തെയും വിധവകളുടെ പെൻഷൻ മുടക്കണം, നെൽകർഷകരുടെ വിഹിതം അട്ടിമറിക്കണം, അധ്യാപകരുടെ ശമ്പളം മുടക്കണം. എന്താണ് സാമ്പത്തിക യുദ്ധം? 1,06,710 കോടി രൂപയുടെ വലിപ്പമുള്ള കണക്കിന്റെ ശതമാനത്തോതും മാത്രമല്ല കേരളത്തിന് നേർക്ക് RSS അഴിച്ചുവിട്ട സാമ്പത്തിക യുദ്ധം. ആ സാമ്പത്തിക യുദ്ധം എന്താണ്? എന്റെയും നിങ്ങളുടെയും വീടിരിക്കുന്ന ബൂത്ത് പ്രദേശത്ത്, എന്റെയും നിങ്ങളുടെയും വീടിരിക്കുന്ന വാർഡ് പ്രദേശത്ത് നെൽകർഷകരുണ്ടോ? ആ നെൽകർഷകർ കമ്മ്യൂണിസ്റ്റുകാരനാണോ, ഇടതുപക്ഷക്കാരനാണോ, ഇടതുപക്ഷ വിരുദ്ധരാണോ? അതല്ല RSS നോക്കിയത്. യൂണിയൻ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ മറവിൽ RSS മറയേതുമില്ലാതെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ നീലേശ്വരത്ത് കൃഷി ചെയ്യുന്ന, കാസർഗോഡ് കൃഷി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ നെൽകർഷകനാണോ? നിങ്ങൾ ജീവിത പ്രതിസന്ധിയിൽ ആത്മാഹൂതി ചെയ്യാൻ കയറെടുത്ത് കെട്ടിത്തൂങ്ങിയാലും ശരി, കേരളത്തിലെ കാസർഗോഡ് നീലേശ്വരത്തെ നെൽകർഷകർക്ക് ലഭിക്കേണ്ട അവകാശമായ വിഹിതം ഞങ്ങൾ തരില്ല. ഇതാരാണ് പറയുന്നത്? ഇതാണ് RSS പറഞ്ഞത്. ഇതാരോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്? അക്ഷരാർത്ഥത്തിൽ കേരളത്തോട്, കാസർഗോഡ് നീലേശ്വരത്തോട്, നമ്മളെ വീടിരിക്കുന്ന ബൂത്ത് പ്രദേശത്തെ നിസ്വരായ മനുഷ്യരോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ശ്രമിച്ചില്ലേ? നീലേശ്വരത്തെ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞി ഒരിടതുപക്ഷ പ്രശ്നം മാത്രമാണോ? ഒരിടതുപക്ഷ പ്രശ്നമാണ്. പക്ഷെ ഒരിടതുപക്ഷ പ്രശ്നം മാത്രമാണോ? നമ്മളിൽപ്പെട്ട എത്രയോ കുടുംബങ്ങളിലെ കുട്ടികൾ ഉച്ചക്കഞ്ഞി കുടിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളായി കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അതിൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് താല്പര്യമുള്ളവരില്ലേ? അവരുടെ കഞ്ഞിയിലേക്ക് മണ്ണ് വാരിയിടുമ്പോ നിങ്ങൾ ആരോടൊപ്പമായിരുന്നു? നിങ്ങൾ ഏതു പക്ഷത്തായിരുന്നു? നിങ്ങളുടെ ചേരി ഏതായിരുന്നു? ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഘട്ടമാണ് ഏപ്രിൽ 26. കാരണം എന്താണ്? സിറ്റിംഗ് MP ഉള്ള നാടാണല്ലോ. ഒട്ടറിന കാസ്ലോയുടെ കവിതയുണ്ട്, ടു ദ പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ് ഓഫ് മൈ സ്വീറ്റ് കൺട്രി. ഏകാന്തവും ചെറുതുമായ ഒരു ജാലകണക്ക് എന്റെ രാഷ്ട്രം കത്തിയമരവേ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം ഉയർന്നു വരും. ഒട്ടറിന കാസ്ല പറയുന്നുണ്ട്. ആരോടൊപ്പമായിരുന്നു കാസർഗോഡിന്റെ സിറ്റിംഗ് MP? നീലേശ്വരത്തും കാസർഗോഡും നമ്മുടെ മണ്ഡലത്തിൽ നൂറുകണക്കിന് വരുന്ന ബൂത്ത് പ്രദേശങ്ങളിൽ നെൽകർഷകർക്ക് വിഹിതം നിഷേധിച്ചപ്പോൾ, സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടപ്പോൾ, വയോജനങ്ങളുടെ വിധവകളുടെ പെൻഷൻ മുടക്കാൻ ശ്രമിച്ചപ്പോൾ, സപ്ലൈകോ പൂട്ടിക്കാൻ, റേഷൻ കട തകർക്കാൻ, പൊതുവിതരണ ശൃംഖലയുടെ ജീവനെടുക്കാൻ, അധ്യാപകരുടെ ശമ്പളം മുടക്കാൻ, കേരളത്തിന്റെ ജനജീവിത മണ്ഡലത്തിൽ സമസ്ത മേഖലകളെയും തകർക്കാൻ RSS യുദ്ധം പ്രഖ്യാപിച്ചപ്പോ എന്തെടുക്കുകയായിരുന്നു കാസർഗോഡ് ഇപ്പോഴത്തെ MP? ആരോടൊപ്പമായിരുന്നു? ഏതു ചേരിയിലായിരുന്നു? ഏതു പക്ഷത്തായിരുന്നു? ഈ ചോദ്യം നമ്മൾ ഉയർത്തുന്നതല്ല. 1930കളിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളുടെ കാലയളവിൽ അമ്മ എന്ന സാഹിത്യ സൃഷ്ടിയെ ലോകത്തിന് സംഭാവന ചെയ്ത മാക്സിം ഗോർക്കിയാണ് ലോകമെമ്പാടുമുള്ള സാഹിത്യ നായകന്മാരെ നിങ്ങളുടെ ചേരി ഏത് എന്ന ചോദ്യം ഉയർത്തുന്നത്. പെരുമ്പാവൂരിൽ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ചേരവേ മഹാനായ EMS ദേശാഭിമാനിയിൽ എഴുതി, നിങ്ങളുടെ ചേരി ഏത്?
കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ കുട്ടിക്കൃഷ്ണമാരാൻ മറുപടി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷം പറയാൻ മനസ്സില്ല, കണ്ടപാട് നോക്കിക്കൊള്ളൂ എന്നുള്ളത്. നിങ്ങളുടെ ചേരിയും പക്ഷവും ഏതാണ്? നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ, ആപാലവൃദ്ധം വരുന്ന ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ വെല്ലുവിളി നേരിട്ടപ്പോൾ, അത് ദുരിതപൂർണമായപ്പോൾ, അതിനു നേർക്ക് RSS കേരളീയ വിരുദ്ധ മനോഭാവത്തോടു കൂടെ യുദ്ധം അഴിച്ചുവിട്ടപ്പോൾ എവിടെയായിരുന്നു? ആരോടൊപ്പമായിരുന്നു? ഏതു പക്ഷത്തായിരുന്നു? കാസർഗോഡ് MP മാത്രമല്ല, ശബ്ദിച്ചിട്ടില്ല UDFന്റെ കേരളത്തിലെ 18 MPമാർ. ഒരക്ഷരം മിണ്ടിയിട്ടില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ഒരു വാക്കുച്ചരിച്ചിട്ടില്ല കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ്. യുദ്ധം അഴിച്ചുവിട്ടത് RSS ആയിരുന്നുവെങ്കിലും കേരളത്തിൽ അതിന്റെ നടത്തിപ്പുകാർ എന്ന് പറയുന്നത് കാസർഗോഡ് MP ഉൾക്കൊള്ളുന്ന കേരളത്തിലെ കോൺഗ്രസ് ആയിരുന്നു. RSSന്റെ കേരളീയ വിരുദ്ധ പദ്ധതിയുടെ കേരളത്തിലെ നടത്തിപ്പുകാർ BJP മാത്രമായിരുന്നില്ല. അതിനേക്കാൾ മുൻപന്തിയിൽ നിന്നത് കാസർഗോഡ് MP ഉൾക്കൊള്ളുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരായിരുന്നു. നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഇതിന് മുമ്പിൽ ആരാണ് ശബ്ദമുയർത്തിയത്? ആരാണ് പ്രതിരോധം തീർത്തത്? ഓരോ പരിപാടിക്കുമായി നമ്മൾ ബോണ്ട് കിട്ടാത്ത രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണല്ലോ. ബൂത്ത് പ്രദേശത്ത് വീട് കയറണം, ബക്കറ്റുമായി കവലകളിലേക്ക് പോകണം. ഓരോ പരിപാടിയും ചിലപ്പോൾ സാമ്പത്തികമായി വലിയ വിഹിതം നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വരുമ്പോൾ പല സുഹൃത്തുക്കളും സഖാക്കളും പറയും, പരിപാടി കൊണ്ട് മടുത്തു, വലിയ സാമ്പത്തിക വിഹിതമാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബോണ്ട് വാങ്ങാത്തവരാണ്. അതുകൊണ്ട് അന്തസ്സോടുകൂടെ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം പ്രതിരോധ ജാഥ നയിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യ ശൃംഖല തീർത്തത്. അതിനു വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പോയപ്പോൾ കേരളത്തിന്റെ എല്ലാ ഗ്രാമനഗരാന്തരങ്ങളിലും തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ കേരളത്തിന് വേണ്ടി നമ്മൾ സമരമിറങ്ങിയത്. അപ്പോഴൊക്കെ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പറഞ്ഞത് എന്താണ്? ഇത് മിസ്മാനേജ്മെന്റ് ആണ്, ഇത് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിന്റെ പ്രശ്നം മാത്രമാണ്. നമ്മൾ പറഞ്ഞു, അല്ല, ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ്. കേരളത്തെ തകർക്കാൻ RSS നടത്തുന്ന സാമ്പത്തിക ഗൂഢാലോചന എന്ന കുറ്റകൃത്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവങ്ങൾക്കാണ് കേരളം വേദിയാകുന്നത്. പക്ഷേ ആ പ്രശ്നത്തിൽ കേരളത്തോടൊപ്പം നിന്നില്ല. ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ കേരളം കേസ് കൊടുത്തു. തുടർച്ചയായി കേരളത്തിൽ സൃഷ്ടിച്ച രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടി എന്ന മഹാസമരങ്ങളുടെ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നമ്മൾ കേസിന് പോയി. കേസിന് പോയപ്പോഴോ മാർച്ച് മാസം 3-ാം തീയതി വന്ന വിധി പ്രസ്താവം എന്താണ്? നമുക്ക് അർഹമായ സാമ്പത്തിക വിഹിതമാണ് കിട്ടിയിട്ടുള്ളത്, തർക്കഭേദമില്ല. പക്ഷെ അതിനു മുമ്പ് RSS നമ്മളോട് പറഞ്ഞത് എന്താ? ഇപ്പോഴത്തെ വയനാട് MP-യുടെ സഹോദരി ഭർത്താവ് 175 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് നൽകിയത്. 175 കോടി രൂപ. എന്തുകൊണ്ടാണ്? ഇങ്ങനെ കുറച്ച് ബോണ്ട വാങ്ങി BJPക്ക് കൊടുത്താൽ മതി, ചിലപ്പോൾ കേരളത്തിന്റെ വിഹിതം അവർ പരിഹരിച്ചേനെ. കേരളത്തിന്റെ പ്രശ്നങ്ങളോട് ശത്രുതാപൂർണമായ സമീപനത്തിൽ അവർ ഒരു മയപ്പെട്ട നിലപാടിലേക്ക് വന്നേനെ. പക്ഷെ എന്താണ്? നമ്മളൊന്ന് ശിരസ് കുനിക്കണം, നമ്മളൊന്ന് നട്ടല് വളയ്ക്കണം, നമ്മൾ നമ്മുടെ കൊടിപ്പടയൊന്ന് താഴ്ത്തി വെക്കണം. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തെ പരിഗണിച്ചേനെ. കേസ് കൊടുത്ത് ചർച്ചയ്ക്കിരിക്കാൻ സുപ്രീം കോടതി പറഞ്ഞപ്പോഴോ RSS സോളിസിറ്റർ ജനറൽ മുഖാന്തരം കേരളത്തോട് പറഞ്ഞത് എന്താ? നീയൊക്കെ കേസ് കൊടുത്തു അല്ലേ, മര്യാദയ്ക്ക് കേസ് പിൻവലിച്ചാൽ 5000 കോടി തരാം. ഇതായിരുന്നില്ലേ സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ RSSന്റെ വക്താവായി നമ്മുടെ ചർച്ചയിൽ വന്ന് നമ്മളോട് പറഞ്ഞത്? നമ്മളെന്താ പറഞ്ഞത്? കേസ് പിൻവലിക്കില്ല, ഒരാളുടെയും മുമ്പിൽ തല കുനിക്കില്ല, ഒരാളുടെയും മുമ്പിൽ ശിരസ് കുനിക്കില്ല, തല പോയാലും RSSന് മുമ്പിൽ തല കുനിക്കില്ല എന്ന് കേരളം പറഞ്ഞു. പിന്നീടുണ്ടായ അനുഭവം എന്താണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം കോടാനുകോടി വരുന്ന തുക നമുക്ക് കിട്ടി. ചെറിയ കോടിയൊന്നും അല്ല, വലിയ കോടി രൂപ കിട്ടി. എന്താ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥപൂർണമായ വാചകം? കേസ് പിൻവലിച്ചാൽ 5000 കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോ തല പോയാലും തല കുനിക്കില്ല എന്ന് കേരളം പറഞ്ഞപ്പോ കേരളം ഉയർത്തിയ വാദമുഖങ്ങളെ ശരിയാവണ്ണം വിശകലനം ചെയ്ത് സുപ്രീം കോടതി അർത്ഥസമ്പൂർണമായി പറഞ്ഞത് RSSന്റെ തറവാട്ടിലെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ വിഹിതമൊന്നുമല്ല ചോദിക്കുന്നത്. നീലേശ്വരത്തും കാസർഗോഡും കേരളത്തിലും നമ്മൾ പലചരക്കും പച്ചക്കറിയും ഇറച്ചിയും വാങ്ങാൻ കൊടുക്കുന്ന നികുതി പണത്തിന്റെ വിഹിതമാണ്. കളിക്കാതെ കാശ് കൊടുക്കുക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 13,608 കോടി രൂപ കേരളത്തിന് അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രസ്താവം ഉണ്ടായി. എന്താ അതിന്റെ പ്രത്യേകത? CPM-ന്റെ ഓഫീസിലേക്കല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരുടെ ഓഫീസ് മന്ദിരങ്ങളിലേക്കല്ല തുക പോയത്. തുക പോയത് എങ്ങോട്ടേക്കാണ്? ഏപ്രിൽ മാസം ഇന്ന് മുതൽ
ടാഗോറിന്റെ കവിതയുണ്ട്, വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ആൻഡ് ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. എവിടെ ശിരസുന്നതമായിരിക്കുന്നോ, എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നോ, ആ സ്വാതന്ത്ര്യത്തിന്റെ പരമകോടിയിലേക്ക് എന്റെ രാഷ്ട്രത്തെ നയിക്കണമേ എന്ന് കവിത എഴുതിയത് ടാഗോറാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നമ്മൾ ഇവിടെ ഒത്തുചേരുന്ന സമയത്ത് നീലേശ്വരത്തും കാസർഗോഡും കേരളത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവസാനത്തെ പ്രവർത്തകനും അവസാനത്തെ അനുഭാവിക്കും അവസാനത്തെ സഹയാത്രികനും ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി കഴിയും. കുനിയാത്ത ശിരസും വളയാത്ത നട്ടെല്ലുമായി കേരളം ആർജവത്തോടുകൂടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ ഇന്ത്യയിൽ സംഘപരിവാരത്തിന് പരാജയപ്പെടേണ്ട വന്നു എന്ന് മാത്രമല്ല, അങ്ങനെ പോരാടി ലഭിച്ച 13,608 കോടി രൂപ ദാ ഇന്ന് മുതൽ കേരളത്തിലെ 64 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് 4,800 രൂപയായി സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം നടത്താൻ വേണ്ടി പോവുകയാണ്. ആര്? ഇടതുപക്ഷം നടത്തിയ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ്. ശബരി കെ റൈസ് നമ്മൾ കണ്ടില്ലേ, ജയമട്ട അരി 28 രൂപയ്ക്ക് സപ്ലൈകോയിൽ നിന്ന് വിതരണം ആരംഭിച്ചില്ലേ? എന്തായിരുന്നു പ്രത്യേകത? നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഭാരതരി RSS ഇറങ്ങിയില്ലേ? തൃശ്ശൂർ കയ്യിലെടുക്കാൻ വന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി തൃശ്ശൂർ ചന്തയിൽ RSS നേരിട്ട് കൊണ്ടുവന്ന് അരി വിതരണം നടത്തിയില്ലേ? എന്താ അരി വിതരണത്തിന്റെ പ്രത്യേകത? ഇന്ത്യക്ക് മാതൃകയാണ് കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖല എന്ന് പറയുന്നത്. എത്ര റേഷൻ കടകളുണ്ട്? നമ്മൾ മറക്കരുത്, 17,688 റേഷൻ കടകളുണ്ട് കേരളത്തിന്. 781 പഞ്ചായത്തുകൾ, 86 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ. ഇതാണ് കേരളം. 781 പഞ്ചായത്തും 6 കോർപ്പറേഷനും 86 നഗരസഭയും വഴി 17,661 റേഷൻ കടകൾ. ഇതാണ് കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖല. ആ പൊതുവിതരണ ശൃംഖലയുടെ അരി വിഹിതം എങ്ങനെയായിരുന്നു? BPL മാത്രമായി മോഡി ഗവൺമെന്റ് അരി വെട്ടിച്ചുരുക്കി. നമ്മുടെ സപ്ലൈകോ, നമ്മുടെ കൺസ്യൂമർ ഫെഡ് എന്ത് ചെയ്തു? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ലേലത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ തുകയ്ക്ക് അരി വാങ്ങിക്കുന്നു. സബ്സിഡിയോടുകൂടെ 4.5 രൂപയ്ക്കും 10.5 രൂപയ്ക്കും അരി കേരളത്തിന്റെ റേഷൻ കടയിൽ വിതരണം ചെയ്യുന്നു. ആ പ്രക്രിയ എന്ത് ചെയ്തു? ഇവിടെ ഒത്തുചേരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് സംഘപരിവാരം ആ പ്രക്രിയ അവസാനിപ്പിച്ചു. കാരണം എന്താണ്? നിങ്ങൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണോ, സപ്ലൈകോയും കൺസ്യൂമർ ഫെഡുമാണോ? നിങ്ങൾക്ക് ഇവിടെ അരിയില്ല. അതായിരുന്നു തീരുമാനം. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം അതുവഴിയാണ് കേരളം അരി വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ നീലേശ്വരത്തെ ഒരു മുതലാളിക്കോ അദ്ദേഹത്തിന് ലേലത്തിൽ പങ്കെടുക്കാം. സപ്ലൈകോയ്ക്കും കൺസ്യൂമർ ഫെഡിനും നിങ്ങൾക്ക് പറ്റില്ല. ഫലം എന്താണ്? കേരളത്തിലെ ഇന്ത്യക്ക് മാതൃകയായ കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖലയുടെ ജീവനെടുക്കാൻ RSS തീരുമാനിച്ചു. ആ 4.5 രൂപയ്ക്കും 10.5 രൂപയ്ക്കും 17,661 റേഷൻ കടകളിൽ വിതരണം ചെയ്യപ്പെടേണ്ട അരി 29 രൂപയ്ക്ക് തൃശ്ശൂരിൽ കൊണ്ട് വിതരണം ചെയ്തു. മനോരമയ്ക്ക് സന്തോഷം, മാതൃഭൂമിക്ക് ആഹ്ലാദം, ഇന്നയോളമില്ലാത്ത പുതുവാർത്ത. ഇതിലല്ലേ നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചത്. അതിന്റെ ഈ മുമ്പിൽ കേരളം കീഴടങ്ങിയില്ല. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക യുദ്ധത്തിനെതിരെ ശിരസ് കുനിക്കാതെ നട്ടെല്ല് വളയാതെ കേരളം യുദ്ധം ചെയ്തു. ആ തുക ലഭിച്ചു. ഇനി ബാക്കി തുകയും ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടത്തിലാണ്. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. അപ്പോഴും നമ്മൾ കാണണം, ഈ തുക ലഭിച്ച് സപ്ലൈകോയ്ക്ക് ജീവൻ വെച്ച്, റേഷൻ കടകൾക്ക് ജീവൻ വെച്ച്, സ്കൂളിലെ പാചകത്തൊഴിലാളികളുടെ വിഹിതം കൊടുത്ത്, ഉച്ചഭക്ഷണത്തിന്റെ വിഹിതം കൊടുത്ത്, സാമൂഹ്യക്ഷേമ പെൻഷന്റെ 3 മാസത്തെ വിഹിതം കൊടുത്ത് കേരളം പരിമിതികളോടുകൂടെ എങ്കിലും സുഭിക്ഷതയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ശബ്ദിച്ചിട്ടുണ്ടോ കാസർഗോഡ് MP? ഈ തുക കേരളത്തിന് കൊടുക്കാതെ പിടിച്ചു വെച്ചത് തെറ്റായിപ്പോയി ഒരു അഭിപ്രായം പറഞ്ഞോ? ഒരാളും അഭിപ്രായം പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറഞ്ഞോ? ഒരാളും അഭിപ്രായം പറഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞോ? ഒരാളും അഭിപ്രായം പറഞ്ഞിട്ടില്ല. വിഹിതം നഷ്ടപ്പെട്ടത് ആരുടെയാണ്? പോരടിച്ച് നമ്മൾ വാങ്ങിയത് ആരുടേതാണ്? എന്റെയും നിങ്ങളുടെയും നികുതിയുടെ വിഹിതമാണ്. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, BJPക്കാരുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്, ഇടതുപക്ഷ വിരുദ്ധരുണ്ട്. കേരളത്തിൽപ്പെട്ട എല്ലാ മലയാളികളുടെയും അവകാശമാണ്. പക്ഷെ അതിനുവേണ്ടി ഒറ്റുകൊടുക്കാൻ കേരളത്തിൽ പെൻഷൻ മുടങ്ങിയാലും വേണ്ടില്ല, കേരളത്തിൽ ഉച്ചക്കഞ്ഞി തടസ്സപ്പെട്ടാലും വേണ്ടില്ല, കേരളത്തിൽ നെൽകർഷകർ ആത്മഹത്യ ചെയ്താലും വേണ്ടില്ല, കേരളത്തിലെ ജനജീവിതം സ്തംഭിച്ചു പോയാലും വേണ്ടില്ല. പിണറായി വിജയനും സംഘവും കേരളത്തിൽ ഒന്ന് ദുർബലമായി കണ്ടാൽ മതി. ഇതാണ് ഈ കൂട്ടരെ നയിച്ച രാഷ്ട്രീയം. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ നാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ആ പശ്ചാത്തലത്തിൽ ശരിയായ രാഷ്ട്രീയ തീരുമാനമെടുക്കാനുള്ള കരുത്തിന് വേണ്ടിയിട്ടാണ് കേരളം വോട്ട് തേടുന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദിക്കാൻ, ഒരു കേരളത്തിന്റെ നട്ടെല്ലുയർത്തി ശബ്ദിക്കാൻ കഴിയുന്ന ഒരു കേരളത്തിന്റെ സ്വതന്ത്ര ബ്ലോക്ക്
ഇന്ത്യൻ പാർലമെന്റിൽ നമുക്കുണ്ടാകണം. അതിൽ RSSനെ കാണുമ്പോൾ മുട്ടിലിഴയുന്നവർ പാടില്ല. പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ശിരസ് കുനിക്കുന്നവർ, നട്ടല് വളയ്ക്കുന്നവർ പാടില്ല. കാസർഗോഡ് MP-യോട് CAA സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? അദ്ദേഹം ഒഴിഞ്ഞുമാറി. അദ്ദേഹം മാത്രമല്ല, വയനാട് MP മുതൽ കാസർഗോഡ് MP വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഇത്തരം ചോദ്യങ്ങളൊന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് മാത്രമല്ല, പലസ്തീനെ കുറിച്ച് ചോദിച്ചാൽ ഇസ്രായേലിനെ കുറിച്ച് പറയും. നമ്മൾ കണ്ടില്ലേ, കോഴിക്കോട് ലീഗിന്റെ റാലി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, CWC, അവരുടെ ഏറ്റവും ഹൈ പവർ കമ്മിറ്റിയാണ്. തിരുവനന്തപുരം MP-യാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഉദ്ഘാടനം ചെയ്യുക വിശദീകരിച്ചത് അത്രയും ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടാണ്? പലസ്തീനു വേണ്ടി, മണിപ്പൂരിന് വേണ്ടി, പൗരത്വ നിയമത്തിനെതിരെ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണ്ടി അവർ പ്രതിസന്ധി നേരിടുമ്പോൾ നിങ്ങൾ ആരോടൊപ്പമായിരുന്നു? ആ ചോദ്യത്തിന് മുമ്പിൽ കോൺഗ്രസിന് ഭയമാണ്. കാസർഗോഡ് MP ഉപയോഗിച്ച അതേ മുങ്ങൽ വാദമാണ് ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ഉയർത്തി കാണിച്ചത്. കോൺഗ്രസ് പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചു, ഇല്ലേ? ഏതെങ്കിലും ഒരു വരിയുണ്ടോ? പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കും. അങ്ങനെ ഒരു വരി അതിൽ കാണാൻ വേണ്ടി കഴിയുമോ? അതിൽ കാണാൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രമല്ല, ഒരു കോൺഗ്രസ് നേതാവിന്റെയും പ്രതികരണങ്ങളിൽ ഈ കാര്യമില്ല. ഒരു കോൺഗ്രസ് നേതാവിന്റെയും വാർത്താ സമ്മേളനങ്ങളിൽ, ഒരു കോൺഗ്രസ് നേതാവിന്റെയും മാധ്യമങ്ങളുടെ പ്രസ്താവനകളിൽ ഇത് സംബന്ധിച്ചുള്ള നിലപാടില്ല. എന്തുകൊണ്ട് നിലപാടില്ലാതാകുന്നത്? വയനാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ നമ്മൾ കണ്ടു. കാരണം എന്താണ്? കൊടിയെടുക്കാതെ ഒരു പ്രകടനം. അങ്ങനെ ഒരു പ്രകടനം നമ്മുടെ ആരുടെങ്കിലും അനുഭവത്തിലുണ്ടോ? സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ കൊടി ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ദേശീയ വിമോചന പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രതീകമാണ് കോൺഗ്രസിന്റെ പതാക. കോൺഗ്രസ് പതാക എടുക്കാൻ ഭയക്കുന്നു. ആരെ മൂലം ഭയക്കുന്നു? ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഉയർന്നാൽ അത് പാകിസ്ഥാൻ കൊടിയാണ് എന്ന് ഇന്ത്യയിൽ RSS പ്രചരിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ RSS അങ്ങനെ പ്രചരിപ്പിച്ച പിന്നെന്ത് ചെയ്യും? ആ പ്രചരണത്തിന് മറുപടി നൽകുകയോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. RSS അങ്ങനെ പറഞ്ഞോ, എന്നാൽ കൊണ്ടുവന്ന കൊടി 4 മടക്കി പോക്കറ്റിനുള്ളിൽ തിരുകാം, മുണ്ടിനകത്ത് വെക്കാം. ഇതാണ് സ്വീകരിച്ച സമീപനം. വയനാട് MP ചെറിയ നേതാവല്ല, കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്. അയാളുടെ നാമനിർദ്ദേശ പത്രിക ചടങ്ങിൽ കോൺഗ്രസിന്റെ പതാകയില്ല, ലീഗിന്റെ പതാകയില്ല. എന്തുകൊണ്ട് പതാകയില്ല? RSS എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാലോ? അയ്യോ, RSS കള്ളം പറഞ്ഞാൽ ഞങ്ങളുടെ പതാക അങ്ങ് മടക്കി വെച്ചേക്കാം, ഞങ്ങളുടെ കൊടി 4 മടക്കി ആപ്പീസിലോ മുണ്ടിനടിയിലോ തിരികാം. ഇതാണ് ഇവർ സ്വീകരിക്കുന്ന സമീപനം. എന്തുകൊണ്ട് പൗരത്വത്തെ കുറിച്ച് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് പലസ്തീൻ എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേലിന് മറുപടി പറയുന്നു? എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നില്ല? RSSന് ഭയമാണ്. RSSന് പരിക്കേൽക്കും. വർഗീയതയ്ക്ക് മുമ്പിൽ മതനിരപേക്ഷത എന്ന് ഉച്ചരിക്കാൻ കേരളത്തിലും വയനാട്ടിലും കാസർഗോഡും കോൺഗ്രസിന് ഭയമാണ്. അവിടെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉയർന്നു വരുന്നത്. ആമുഖമായി ഞാൻ ആരംഭിച്ചത് തന്നെ അവസാനിപ്പിക്കാം. വർഗീയതയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ഏതു രാഷ്ട്രീയത്തിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്? ഏത് മുദ്രാവാക്യങ്ങളിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്? പലസ്തീൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മാത്രം സമരം ഉയർത്തിയതല്ല. മണിപ്പൂർ എന്ന് പറയുന്നത് നീലേശ്വരത്തും കാസർഗോഡും കേരളത്തിലും മാത്രം സമരം ഉയർത്തിയതല്ല. അക്രമം ഏറ്റുവാങ്ങേണ്ട വരുന്ന മനുഷ്യർ മണിപ്പൂരിലാണെങ്കിലും, ഗസയിലാണെങ്കിലും, ടെല്ലവീവിലാണെങ്കിലും, കല്യാശ്ശേരിയിലാണെങ്കിലും, നീലേശ്വരത്താണെങ്കിലും അക്രമം ഏറ്റുവാങ്ങേണ്ട വന്ന മനുഷ്യരെ ഞങ്ങളും നിങ്ങളോടൊപ്പം എന്ന് പറയുന്നത് കേരളത്തിന്റെ മനുഷ്യത്വപൂർണമായ രാഷ്ട്രീയമാണ്. നമ്മൾ എത്രയോ കാലമായി സ്വീകരിച്ചു വരുന്ന സമീപനമാണ്. ആദരണീയനായ NV കൃഷ്ണവാര്യർ അതുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങകലെ ആഫ്രിക്കൻ ഇടവകയുടെ പുറത്ത് ചാട്ടവാറടിയേക്കുമ്പോഴും ഇവിടെ എന്റെ പുറം പൊളിയുന്നു. അങ്ങനെയാണ് NV പാടിയത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ഒന്നും ആയിരുന്നില്ല. കീഴരിയൂർ ബോംബ് കേസിൽ പ്രതിയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിരുന്നു കൊയിലാണ്ടിക്ക് സമീപമുള്ള കീഴരിയൂർ ബോംബ് കേസ്. NV എഴുതിയ വാചകമാണ്. അടിയേറ്റുവാങ്ങുന്നത് ഇന്നയോളം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇരുട്ട് വീണ ഒരു ഭൂഖണ്ഡത്തിലെ ഒരു ആഫ്രിക്കൻ അടിമയായിരിക്കും. പക്ഷെ എന്താണ്? ഇവിടെ നീലേശ്വരത്ത് ഒത്തുചേരുമ്പോൾ എന്റെ പുറം പൊളിയുന്നു. അടിയേറ്റ് വീണ അടിമ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആയിരിക്കാം. ഈ സമീപനം കേരളത്തിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുകയാണ്. അതിന്റെ നാന്ദിയാണ് നിങ്ങൾ കണ്ടത്. RSS വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന എത്ര മുഖ്യമന്ത്രിമാർ ഇന്ന് ഇന്ത്യയിലുണ്ട്? പേരിനെങ്കിലും ഒരു 2 മുഖ്യമന്ത്രിമാർ കോൺഗ്രസിനുണ്ട്. തെലങ്കാനയിൽ കോൺഗ്രസിന്റെ നേതാവാണ് മുഖ്യമന്ത്രി. കർണാടകയിൽ കോൺഗ്രസിന്റെ നേതാവാണ് മുഖ്യമന്ത്രി. ഹിമാചൽ പ്രദേശിൽ ജനുവരി 22 പൊതു അവധി പ്രഖ്യാപിച്ച RSSന്റെ രാജ്യസഭാ അംഗത്തെ വിജയിപ്പിച്ച് കൊടുത്ത അരസംഘപരിവാറായി മാറിയ കോൺഗ്രസ് നേതാവ് അദ്ദേഹമാണ് സുഖ്വിന്ദർ സിംഗ് സുഖു. അദ്ദേഹമാണ് മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി
പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പലസ്തീന് വേണ്ടി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നടപ്പിലാകില്ല, ഞങ്ങൾ ഈ മനുഷ്യരോടൊപ്പമാണ് ആ നിലപാട് സ്വീകരിക്കുന്നത് എവിടെയെങ്കിലും സാക്ഷ്യം വഹിച്ചു? എവിടെയും സാക്ഷ്യം വഹിച്ചിട്ടില്ല. കാസർഗോഡ് MP പോലും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? ഇതൊന്നും കേരളത്തിൽ ഏതെങ്കിലും കുറച്ചാളുകളുടെ വോട്ട് കിട്ടാൻ മാത്രം സ്വീകരിച്ച സമീപനമല്ല. നമ്മളിവിടെ ഒത്തുചേരുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് പുറകിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സുപ്രധാനമായ ഒരു സമരം നടത്തപ്പെട്ടത് രാജ്യതലസ്ഥാനത്താണ്, ഡൽഹിയിലാണ്. എന്തായിരുന്നു ആ സമരത്തിന്റെ പ്രത്യേകത? 10,000-കണക്കിന് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമരം പലസ്തീൻ ഐക്യദാർഢ്യ സമരമായിരുന്നു. രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ പോയി കുത്തിയിരുന്ന് ഗസയിൽ, പലസ്തീനിൽ, ടെല്ലവീവിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് വിളിച്ചു പറയാൻ തയ്യാറായ ഇന്ത്യയിലെ ഒരൊറ്റ മുഖ്യമന്ത്രിയുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റു മുഖ്യമന്ത്രിമാർക്ക്, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമാദരണീയായ നേതൃത്വങ്ങൾക്ക് ആ ഒരു നിലപാടില്ല? വർഗീയതയ്ക്ക് ഭയമാണ്. വർഗീയത എന്ന് കേൾക്കുമ്പോൾ അവർ മുട്ടിലിഴയും ശിരസ് കുനിയുകയുമാണ്. അവരുടെ കൊടിപ്പടം അവർ താഴെ വെക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യ കേരളത്തെ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറയെ അന്യാദൃശ്യമായ അസൂയയോടുകൂടെ ആവശ്യപ്പെടുന്നത് ഈ അന്തരീക്ഷത്തിലാണ്. ഞങ്ങൾ ആരിൽ വിശ്വാസം അർപ്പിക്കേണ്ടു, ആരിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടു, ഏതു രാഷ്ട്രീയത്തിൽ, ഏത് മുദ്രാവാക്യത്തിൽ ഞങ്ങൾ ഹൃദയം പകുത്തു കൊടുക്കേണ്ടു? ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ആശയധാരയുമായി തേടിയാണ് ആദരണീയനായ MV ബാലകൃഷ്ണൻ മാസ്റ്റർ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. സാധാരണഗതിയിൽ സമീപത്ത് പ്രഭാത് പട്നായിക്ക് പറയുകയുണ്ടായി, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഭാവിയുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി സുപ്രസിദ്ധമാണ്, ഇന്ത്യ ചർച്ച ചെയ്തതാണ്. കാസർഗോഡും കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷം മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവിയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആദരണീയനായ പ്രഭാത് പട്നായിക്ക് പറഞ്ഞൊരു മറുപടി നമുക്കെല്ലാവർക്കും തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയണം. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഭാവിയുണ്ടോ എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം. ഇടതുപക്ഷമില്ലാതെ ഒരു ഇന്ത്യക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന രാഷ്ട്രീയമായ ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ ചെറിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടല്ല, മഹാനായ AK ഗോപാലനെ ഇന്ത്യൻ പാർലമെന്റിന്റെ അഭിമാനകരമായ നേതൃപദവിയിലേക്ക് ആനയിച്ച ചരിത്രമുള്ള മണ്ണാണ് നമ്മളുടെ കാസർഗോഡിന്റെ മണ്ണ്. തെറ്റുപറ്റിയ അനുഭവങ്ങളെ തിരുത്താനുള്ള അസുലഭവും ചരിത്രപ്രധാനവുമായ ഘട്ടം കൂടെയായിട്ട് വേണം കാസർഗോഡ് ഏപ്രിൽ 26-നെ അടയാളപ്പെടുത്തുവാൻ. മഹാനായ AK ഗോപാലന്റെ പിൻഗാമിയായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ പാർലമെന്റിൽ RSS കാശ് വലിച്ചെറിയുമ്പോൾ, RSSന്റെ കോർപ്പറേറ്റ് കള്ളന്മാർ നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ RSSന്റെ കാശിനും അധികാര സിംഹാസനത്തിനും മുമ്പിൽ കീഴടങ്ങാതെ, ശിരസ് കുനിയാതെ, ആകാശത്തോളം വലിപ്പമുള്ള നിലപാടുധാരകളെ സ്വീകരിക്കാൻ, കാസർഗോഡിന്റെ നഷ്ടപ്പെട്ടു പോയ അഭിമാനകരമായ ചരിത്രത്തെ വീണ്ടെടുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി നമ്മളുടെ മണ്ണിൽ നിന്ന് ജനവിധി തേടുന്ന സഖാവ് MV ബാലകൃഷ്ണൻ മാഷെ അഭിമാനാർഹമായ ചരിത്രപരമായ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിക്കാൻ ഇവിടെ കൂടിയ ഈ മഹാസംഗമം കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമാകുവാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരാകാശം നിറഞ്ഞ സ്നേഹത്തോടു കൂടെ ഈ യുവജന സംഗമം ഉദ്ഘാടനം ചെയ്തറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.